കൃഷ്ണൻ പറഞ്ഞു, ആത്മനിയന്ത്രണമുള്ള വ്യക്തി ശരീരം ഉപയോഗിക്കുമ്പോഴും മാനസികമായി എല്ലാ പ്രവൃത്തികളെയും ത്യജിക്കുകയും ആന്തരിക ആത്മാവിൽ ശാന്തമായി വിശ്രമിക്കുകയും ചെയ്യുന്നു. സത്യം അറിയുന്നവൻ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും നായയെ തിന്നുന്നവനിലും പോലും ഒരേ ദിവ്യാത്മാവിനെ കാണുന്നു. തുല്യദർശനത്തോടെ കാണുന്നവർ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവർ ബ്രഹ്മത്തിൽ ശുദ്ധമായും ആശയക്കുഴപ്പമില്ലാതെയും സ്ഥിതി ചെയ്യുന്നു. സൂര്യപ്രകാശം ഇരുട്ടിനെ നീക്കം ചെയ്യുന്നതുപോലെ അറിവ് അജ്ഞതയെ നശിപ്പിക്കുന്നു. യഥാർത്ഥ യോഗി ഇങ്ങനെയാണ്, കൃഷ്ണൻ പറയുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ആന്തരികമായി വിശ്രമിക്കുന്നു, ശരീരങ്ങൾക്കും വേഷങ്ങൾക്കും അപ്പുറം കാണുന്നു, എല്ലാത്തിലും ഒരേ ദിവ്യ സാന്നിധ്യം കാണുന്നു, ശാന്തവും വ്യക്തവുമായി തുടരുന്നു. ബാഹ്യ വ്യത്യാസങ്ങൾ നിലവിലുണ്ട് എന്ന അവസ്ഥയിലും എന്നാൽ ആന്തരിക സത്ത ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നു. അറിവ് ഉയരുമ്പോൾ വിഭജനം അപ്രത്യക്ഷമാകുന്നു. ഒരു ജ്ഞാനിയായ വ്യക്തി രൂപം, ജാതി, സമ്പത്ത് അല്ലെങ്കിൽ പദവി എന്നിവ നോക്കി വിധിക്കുന്നില്ല. എല്ലാവരിലും ഒരേ വെളിച്ചം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം വെറുപ്പിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും താരതമ്യത്തിൽ നിന്നും സ്വതന്ത്രമാകും. ഈ ദർശനം ആഴത്തിലുള്ള സമാധാനം നൽകുന്നു. ഏകത കാണുന്നവന് ജീവിതം ലളിതമാകും. ജ്ഞാനത്തിന്റെ പ്രകാശം സംശയങ്ങളും വിഭജനവും ഒന്നൊന്നായി നീക്കും.